പശ്ചിമബംഗാളിലെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മരുമകനും തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ രണ്ടാമനുമായ അഭിഷേക് ബാനർജിയെ സൗത്ത് 24 പർഗനാസിലെ സോണാർപൂരിൽ വെച്ച് ജനക്കൂട്ടം കൈകാര്യം ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് BJP ആസൂത്രണം ചെയ്തതാണെന്നാണ് അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും ആരോപിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു മരിച്ച വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു അദ്ദേഹത്തെ കാറ് പോവാത്തൊരു വഴിയിലൂടെയായിരുന്നു, ബൈക്കിലായിരുന്നു പോയിരുന്നത്. ആ സമയത്ത് ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ആദ്യം അവർ കള്ളൻ എന്നൊക്കെ വിളിച്ചു, പിന്നീട് മുട്ട എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വിഷ്വലുകളൊക്കെ തന്നെ ദൃശ്യമാണ്. ജനക്കൂട്ടം അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. പോലീസുകാർ അയാൾക്ക് ഹെൽമെറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. BJP സംബന്ധിച്ചിടത്തോളം BJP നേതാക്കളൊക്കെ പറയുന്നത് അങ്ങനെ അക്രമത്തെയൊന്നും തങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് അപലപനീയമാണ്. അതേസമയത്ത് അഭിഷേകിനത് കിട്ടേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ വിരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അഭിഷേക് ചെയ്തത്. ആ കണക്കുകളൊക്കെയാണ് BJP പറയുന്നത്. BJP പറയുന്നത് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മാത്രം 330 BJP പ്രവർത്തകരാണ് ഇലക്ഷനെ തുടർന്ന് കൊല ചെയ്യപ്പെട്ടത്. പശ്ചിമ ബംഗാളിൽ നീതിപൂർവമായ തെരഞ്ഞെടുപ്പായിരുന്നതിന് മുമ്പൊക്കെ നടന്നിരുന്നത് ഗുണ്ടായിസമായിരുന്നു നടന്നിരുന്നത്. അതേപോലെ തന്നെ പാർട്ടി നേതാക്കന്മാർ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡ, അദ്ദേഹം കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു, അദ്ദേഹത്തെ ആക്രമിച്ചു. കേരളത്തിൽ നിന്നുള്ള മന്ത്രി V മുരളീധരന്റെ കാർ ആക്രമിച്ചു. ഇതൊക്കെ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ വരെ ആക്രമണം നടന്നിട്ടുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗങ്ങളൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു ലോക്സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവിനെ വരെ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ച സമയത്താണ് അതിനുള്ളൊരു മറുപടിയിലാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നേരത്തെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ആക്രമണമായിട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ല, അത് ജനരോഷമാണ് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ മമതാ ബാനർജി ഒരു ഹോസ്പിറ്റലിലെ കൽക്കത്തയിലെ ഒരു ഹോസ്പിറ്റലിലെ ഉടമയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മമത പറയുന്നത് ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല അധികൃതർ. കാരണം അവർ പറയുന്നത് അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ട പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ മമത ഹോസ്പിറ്റലിലെ ഉടമയെ ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് CID, പശ്ചിമ ബംഗാളിലെ CID അഭിഷേക് ബാനർജിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അഭിഷേക് ബാനർജിയുടെ വീട്ടിലേക്ക് പോകുന്നതും അവരുടെ ഒരു പാർട്ടി പിടിച്ചെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. കാരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങൾ നടക്കുകയാണ്. 80 അംഗങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിൽ തന്നെ 10-70 പേരും ഒരാളെ പിന്തുണയ്ക്കുകയാണ് എന്നാണ് അഭിഷേക് ബാനർജി പറയുന്നത്. അതിനനുസരിച്ചുള്ളൊരു കത്തും അദ്ദേഹം പലരുടെയും പേരിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പകരം കുറെ ആളുകളുടെ ഒപ്പിട്ടിട്ട് ഇയാളെ എന്ത് ചെയ്യണം, ഇയാളെ നിയമസഭാ കക്ഷി നേതാവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇത് വ്യാജ കത്താണെന്നുള്ള ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം വന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് ഈ കത്ത് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്നെ IBയും അതേപോലെ തന്നെ ED ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഞാൻ അവരുടെ ഒന്നും ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന ആളല്ല, ഇപ്പോഴാണ് ഇപ്പോൾ CID വന്നിരിക്കുന്നത് എന്നാണ് അഭിഷേക് ബാനർജി പറയുന്നത്. അപ്പൊ ഇത് മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് ബംഗാളിന്റെ ഒരു ചരിത്രമാണ്. ബംഗാളിൽ നേരത്തെ 34 വർഷം CPM ഭരിച്ച സമയത്തും 15 വർഷം തൃണമൂൽ കോൺഗ്രസ് ഭരിച്ച സമയത്തും ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നിരുന്നത്. ഏതാണ്ട് അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP പറയുന്നത് ഇത് അഭിഷേക് ബാനർജി തന്നെ മാനേജ് ചെയ്ത സ്റ്റേജ് മാനേജർ ഷോ ആണെന്നാണ് അവർ പറയുന്നത്. കാരണം അതൊരു തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ. അതേസമയത്ത് അഭിഷേക് ബാനർജി പറയുന്നത് ഈ പ്രദേശത്തേക്ക് 2-3 കമ്മ്യൂണിറ്റി ഹാളിലും സ്കൂളുകളൊക്കെ ആയിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരാണ് ആക്രമിച്ചത്. പക്ഷെ ആക്രമിച്ചതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തിയതിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. ഇപ്പൊ BJP പറയുന്നത് അതൊരു ഒന്നുകിൽ നാട്ടുകാരുടെ പ്രതിഷേധമായിരിക്കും, അല്ലെങ്കിൽ തൃണമൂൽ തന്നെ നടത്തിയ ഒരു നാടകമാണ്, ഒരു സഹതാപം പിടിച്ചു പറ്റാനുള്ള നാടകമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം BJPയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ദിലീപ് ഘോഷ് ആണെങ്കിലും അതേപോലെയുള്ള നേതാക്കളൊക്കെ തന്നെ അവരുടെ പ്രതികരണം നടത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരും
അതിശക്തമായിട്ട് അക്രമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ബംഗാളിലെ പ്രശ്നം കൂടുതൽ കലുഷിതമാകാണ്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വളരെ തകൃതിയായ രീതിയിൽ പുറത്തേക്ക് ബംഗ്ലാദേശിലേക്ക് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. BJP ആണെങ്കിൽ BJP പറയും തങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലാണ് ഊന്നൽ നൽകുന്നത്, മറ്റൊന്നിലും തങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിലെ ആളുകളൊക്കെ തന്നെ പാർട്ടി വിട്ടു പോവുകയാണ്. അവരുടെ നഗരസഭകളൊക്കെ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അവരുടെ ആളുകളൊന്നും തന്നെ അങ്ങോട്ട് വരുന്നേയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് തന്നെയായാലും ബംഗാൾ വീണ്ടും കലുഷിതമാവുകയാണ്. അഭിഷേക് ബാനർജിക്ക് നേരെ നടന്ന അക്രമം അതൊരു നാടകമാണോ എന്നറിയില്ല. ഇനി യഥാർത്ഥത്തിൽ നടന്നാണെങ്കിൽ എന്താണെങ്കിൽ പോലും വലിയൊരു ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകും എന്നുള്ളത് ഉറപ്പാണ്.